നമസ്തേ. യോഗ ദിനവുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത യോഗ ദിനാഘോഷത്തിൻ്റെ പരിപാടികളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിളപ്പിൽശാല പോലീസ് സ്റ്റേഷനിലും ഗീതാഞ്ജലി ഐ ഹോസ്പിറ്റലിലും നടത്തിയ യോഗ ദിനാഘോഷത്തിൻ്റെ എൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമസ്കാരം. ഇന്ന് ലോകം മുഴുവൻ ഒരുമിച്ച് കൂടി അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കുന്നു. ജൂൺ 21 തീയതി ഓരോ വർഷവും യോഗത്തിൻ്റെ ആഴവും ആധ്യാത്മികതയും ഓർമ്മിപ്പിക്കാനാണ് ഈ ദിനം നമ്മൾ ആചരിക്കുന്നത്. യോഗം ഒരു വ്യായാമം മാത്രമല്ല, അത് ഒരു ജീവിതശൈലിയാണ്. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സമാധാനം, ആരോഗ്യവും ലഭ്യമാക്കുന്ന മാർഗമാണ് യോഗം. ഈ സന്ദേശം നിങ്ങൾക്കും എത്തിക്കാൻ ഞങ്ങൾ ഒരുക്കിയതാണ് ഈ വീഡിയോ. ഇതിൽ എൻ്റെ യോഗദിനത്തിലെ പരിപാടികൾ ആണ് കാണിച്ചിരിക്കുന്നത്. ഭാരതത്തിൽ 10,000-കണക്കിന് വർഷങ്ങളായി യോഗം അഭ്യസിക്കപ്പെട്ടു വരുന്നു. യോഗം ശരീരത്തിന് സൗന്ദര്യവും നിലനിൽപ്പും നൽകുന്നതുപോലെ മനസ്സിന് സമാധാനവും തരുന്നു. ഇത് നമ്മൾ അഭിമുഖീകരിച്ചു വരുന്ന അനേകം ജീവിതശൈലി രോഗങ്ങൾ, ഡയബറ്റിസ്, BP, ബ്ലഡ് പ്രഷർ, സ്ട്രെസ്, സ്ലീപ്പ് പ്രോബ്ലം ഇവ യോഗം വഴി നിയന്ത്രിക്കാം. സൂര്യനമസ്കാരം, പ്രാണായാമം, ധ്യാനം എന്നിവയുടെ പതിവ് അഭ്യാസം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ശാന്തവും കരുത്തും നിറഞ്ഞതാക്കുന്നു. ഇതിന് വ്യായാമ ഉപകരണങ്ങൾ വേണ്ട. ഒരു യോഗ മാറ്റും ഒരു ചെറിയ സ്പേസുള്ള റൂമും എയർ സർക്കുലേഷനുള്ള ഒരു സ്ഥലവും മാത്രം മതി. ഇതും ഇതിൻ്റെ ഒരു സവിശേഷതയാണ്. ഈ വർഷത്തെ സന്ദേശമാണ് ഒരേ ഭൂമി, ഒരേ ആരോഗ്യം, വൺ എർത്ത് ആൻഡ് വൺ ഹെൽത്ത്. നമ്മുടെ ആരോഗ്യം പ്രകൃതിയുമായി ചേർന്ന് നിലകൊള്ളുന്നതാണ്. പ്രകൃതിയെ സംരക്ഷിക്കാനും പരസ്പര ബന്ധം ബലപ്പെടുത്താനും യോഗം നമ്മെ സഹായിക്കുന്നു. നമുക്ക് യോഗത്തെ ദിവസേനയുടെ ഭാഗമാക്കി മാറ്റാം. നമ്മുടെ വ്യക്തിപരമായ ആരോഗ്യത്തിനും ഭൂമിക്കും വേണ്ടിയുള്ള പ്രതിബദ്ധതയായി ശാരീരികമായും മാനസികമായും ആരോഗ്യമുള്ള സമൂഹം, അതാണ് യോഗം കാണിക്കുന്ന വഴികൾ. ഈ വീഡിയോ കണ്ടതിന് നന്ദി അറിയിക്കുന്നു. അതിനോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് പിന്നുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പല വീഡിയോകൾ ഞാൻ ഇടുന്നുണ്ട്. നമസ്തേ.